സോളാർ പാനലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമാണ്. എന്തുകൊണ്ട്? സോളാർ ഇറേഡിയേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കണക്കാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് 5 മുതൽ 7 വരെ യൂണിറ്റ് ആണ് ഒരു സ്ക്വയർ മീറ്റർ ഏരിയയിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട വൈദ്യുതിയുടെ അളവ്. അത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5.5 യൂണിറ്റ് പെർ സ്ക്വയർ മീറ്റർ എന്ന കണക്കിലാണ് ഒരു ദിവസത്തെ ഉൽപാദനം വരേണ്ടത്. ലോകത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള എഫിഷ്യൻസി കൂടിയ സോളാർ പാനലുകൾ 20% മുകളിൽ എഫിഷ്യൻസിയുള്ള സോളാർ പാനലുകളാണ്. അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിൽ 5.5 യൂണിറ്റ് ലഭിക്കുമ്പോൾ 20% എഫിഷ്യൻസി ഉള്ള ഒരു പാനൽ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ അത് 1.1 യൂണിറ്റ് പെർ സ്ക്വയർ മീറ്റർ എന്ന് കണക്കാക്കാം. കേരളത്തെ സംബന്ധിച്ച് അത് ഏറെക്കുറെ കൃത്യമാണ്. ഇന്ത്യയേക്കാൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മറ്റു രാജ്യങ്ങളുമുണ്ട്. സൗദി അറേബ്യ, അതേപോലുള്ള ഗൾഫ് രാജ്യങ്ങൾ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ. അതുപോലെ തന്നെ ഇന്ത്യയേക്കാൾ താഴെ മോഡറേറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ചൈന, USA തുടങ്ങിയ രാജ്യങ്ങളൊക്കെ. ഇന്ത്യയിൽ 5 മുതൽ 7 യൂണിറ്റ് വരെ ഒരു സ്ക്വയർ മീറ്ററിൽ ലഭിക്കുമ്പോൾ സോളാർ ഇറേഡിയേഷൻ ഗൾഫ് രാജ്യങ്ങളിൽ 6 യൂണിറ്റിന് മുകളിലായിരിക്കും. ചൈനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4 മുതൽ 5 വരെ യൂണിറ്റ് ആണ് ചൈനയിലെ സോളാർ ഇറേഡിയേഷൻ. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനേക്കാൾ കുറവായിരിക്കും ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒരേ പാനലിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു.